കൂട്ടുകാർക്കും ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു വിഷദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് ശ്രുതിയോട് ചന്ദ്രമതി കൽപ്പിക്കുകയാണ്, ഇടി പോയി രേവതിയെ സച്ചിയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ ആന്റി അവര് വന്നോളൂ ഇല്ലെന്ന് ചോദിച്ചു. എങ്കിലൊരു കാര്യം ചെയ്യാ, നീ അവർക്കുള്ള ഫുഡ് മുറിയിലേക്ക് കൊണ്ടേ കൊടുക്ക. ശ്രുതി പെട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന. അപ്പോഴാണ് ചന്ദ്രമതിയുടെ ഈ കൽപ്പനയും കൂടെ. ശ്രീകാന്ത് വർഷമൊക്കെ പരസ്പരം നോക്കുകയാണ്. രവീന്ദ്രൻ ഒരു അന്താളിപ്പോടുകൂടി ചന്ദ്രമതിയെ നോക്കി. ഇന്ന് വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. രേവതിയെ ചവിട്ടി തേച്ചൊരു മൂലക്കിട്ടിരിക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ചന്ദ്രയ്ക്ക് ഈ മാറ്റം. ചന്ദ്രയുടെ ഈ മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് രവീന്ദ്രന് മനസ്സിലായി. കാരണം ശ്രുതി തെറ്റ് ചെയ്തു. ഇത്രയും കാലം പൊത്തിപ്പൊതിഞ്ഞ് പിടിച്ചോണ്ടിരുന്നാണ് ശ്രുതി ചന്ദ്രമതിയുടെ അടുത്ത് മാത്രം കള്ളത്തരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കാര്യം ഒളിപ്പിച്ചു വെച്ചു. അതും ശ്രുതി കാരണം ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ അവൾക്കിട്ട് പണി കൊടുക്കാനായിട്ട് ചന്ദ്രമതി തീരുമാനിച്ചു. അങ്ങനെയാണ് ചന്ദ്രമതി അവളെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിക്കുന്നത്. പോരാത്തതിന് രേവതിയെ കൈവെള്ളയെ കൊണ്ടു നടക്കുവാണ്. ആ സമയത്ത് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ശ്രുതി പറഞ്ഞു, ഞാൻ പോയി വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ശ്രുതി മുറിയിലേക്ക് എന്നിട്ട് രേവതിയോടും സച്ചിയോടും പറഞ്ഞു, ആഹാരം കഴിക്കാൻ വാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ രേവതി, ഇതിനു മുമ്പ് നീ ആയിരുന്നു എല്ലാരെയും വിളിച്ചോണ്ടിരുന്നേ, ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ആള് മാറിയില്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയം ശ്രുതിക്ക് ഭയങ്കര നാണക്കേടൊക്കെ തോന്നി. പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റുമോ. അങ്ങനെ രേവതി സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, ശ്രുതി ഇരുന്നോ, ഞാൻ വിളമ്പിക്കോളാന്ന് പറഞ്ഞു. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇവളിരിക്കാനോ, മോളെ നീ നീ സച്ചിയും കൂടെ ഇരിക്കാൻ പറഞ്ഞു. അല്ലമ്മേ അത് പിന്നെ നിന്നോട് ഇരിക്കാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. രേവതി സച്ചിയും കൂടി ഇരുന്നു. സച്ചി പറഞ്ഞു, വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുള്ളൂ രേവതി, നീ ഇരുന്നോളാൻ പറഞ്ഞു. കാരണം ഇന്ന് വരെ അങ്ങനെ അവരവിടെ ഇരുത്തി ഫുഡ് കഴിപ്പിച്ചിട്ട് രണ്ടുപേരും ഒരുമിച്ച് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് രേവതി എല്ലാവർക്കും സെർവ് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം എല്ലാവരും എഴുന്നേറ്റ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് രേവതി ആഹാരം കഴിക്കാറുള്ളത്. പക്ഷെ എല്ലാം തലതിരിഞ്ഞ് മുഴുവത്തോടെ. കാരണം ചന്ദ്രമതിക്ക് മാറ്റം ഉണ്ടായതോട് കൂടിയിട്ട്. ഈ സമയത്ത് ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞു, വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. അല്ലമ്മ ഞാനും കൂടെ, നീ ഇപ്പൊ ഇരിക്കണ്ട, മര്യാദയ്ക്ക് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി വിളമ്പി കൊടുക്കുകയാണ്. വിളമ്പി കൊടുക്കണ സമയത്ത് ശ്രുതി രേവതിയായി സച്ചി ഒന്ന് നോക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ നല്ല ദേഷ്യ സങ്കടമുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അനുഭവിച്ചല്ലേ മതിയാവത്തുള്ളൂ. ഒടുവിൽ അവർക്ക് വിളമ്പി കൊടുത്തതിന് ശേഷം ശ്രുതി ഇരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ചന്ദ്രമതി ചോദിച്ചു, നീ ഇത് അങ്ങോട്ടാ ഇരിക്കണമെന്ന് ചോദിച്ചു. അല്ലമ്മ അതെ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് നീ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ നീ കഴിക്കണ്ടെന്ന് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതിയെ എഴുന്നേൽപ്പിച്ചു. ശ്രുതിക്ക് അടി കിട്ടിയ പോലെ പോയി. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അല്ല ആന്റി, ശ്രുതി അടുത്ത് ഇരുന്ന് കഴിക്കട്ടെ, എല്ലാരും കഴിക്കാൻ തുടങ്ങിയില്ലെന്ന് ചോദിച്ചു. വേണ്ട, അവള് കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വിളമ്പി തരുന്ന ആരാന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, അത് നല്ലൊരു കാര്യമാണ്. ഇത്രയും നാളും രേവതിയായിരുന്നു എല്ലാരും കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവർക്കും വിളമ്പി കൊടുത്തോണ്ടിരുന്നേ. ഇന്നൊരു മാറ്റമൊക്കെ ആരാഗ്രഹിക്കാത്തല്ലേന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, അല്ലമ്മ ശ്രുതിക്കും വിശക്കുന്നുണ്ടായിരിക്കില്ലേ, അവള് രാവിലെ തൊട്ട് അടുക്കള കിടന്ന് പണി ചെയ്യുന്നല്ലേന്ന് ചോദിച്ചു. അവള് രാവിലെ തൊട്ട് അടുക്കള കിടന്ന് പണി ചെയ്യുന്ന, അതുപോലെ തന്നെ രേവതി ഇതിനു മുമ്പ് രേവതി തന്നെ അടുക്കള കിടന്ന് പണി ചെയ്തോണ്ടിരുന്നല്ലേ. സച്ചി പറഞ്ഞു, അത് 100% ശരിയാ. എന്റെ ഭാര്യ അടുക്കള കിടന്ന് പണി ചെയ്തോണ്ടിരുന്നപ്പോ ആർക്കും കണ്ണി കാണുന്നില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ചിലരൊക്കെ പറയായിരുന്നു, ഓ അടുക്കളപ്പണി അതെന്ത്, ഇച്ചിരി കഞ്ഞിയും കറിയൊക്കെ വെച്ചാ പോരെ, ഒന്ന് തൂത്തുടച്ച് വൃത്തിയാക്കണം, അത് വല്ലതും പണിയാണോ, അതിനേക്കാളും വലിയ പണി ചെയ്തിട്ടാ വീട്ടിലേക്ക് വരുന്നതെന്നൊക്കെയായിരുന്നു ചിലര് പറയണേ. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ശ്രുതി ഇങ്ങനെ നിന്ന് അപമാനിക്കപ്പെടുവാണ്. ഒന്നും പറയാനും മേല ചെയ്യാനും മേലാത്ത അവസ്ഥ. ശ്രുതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് സച്ചി ഇച്ചിരി കഴിച്ചു നോക്കിയിട്ട് ഇതെന്തെയും ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. ഒരു ടേസ്റ്റും ഇല്ലാത്ത രീതിയിൽ. ചന്ദ്രമതി പറഞ്ഞു, ശരിയാണല്ലോടി, നിനക്കെന്താ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ചോദിച്ചു. അല്ലമ്മ ഞാൻ നല്ല രീതിയിൽ. ഓ അപ്പൊ നീ വാശിക്കാണല്ലേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഉച്ചയ്ക്ക് ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയുണ്ടല്ലോ. ഉച്ചയ്ക്കോ, അപ്പൊ എനിക്ക് പാർലറിൽ പോണ്ടേ, നീ ഉണ്ടാക്കി പെറുക്കി വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ലമ്മ അത് പിന്നെ അത് മാത്രമല്ല വേറെ കുറെ പണികളൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒടുവില് ശ്രുതി പെട്ടുപോയി. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ശ്രുതി പോകാനിട്ട് ഒരുങ്ങുമ്പത്തിനും ശ്രുതിയോടൊന്ന് യാത്ര പറയണമല്ലോ. അങ്ങനെ നിൽക്കുന്നതപ്പോ ചന്ദ്രമതി നിന്നിട്ടിച്ചു, എന്താടാ നിൽക്കണമെന്ന് ചോദിച്ചു. അല്ലമ്മേ അത് പിന്നെ ശ്രുതിയും കൂടെ വരട്ടെ ഷോപ്പിലേക്ക്, കാരണം ഷോപ്പിൽ തിരക്കുള്ള സമയമാണെങ്കിൽ അവളും കൂടെ വന്ന ഉപകാരമായിരുന്നു. അങ്ങനെ ഇപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് പോകണ്ട, മര്യാദയ്ക്ക് നീ തന്നെ അങ്ങോട്ട് പോയാൽ മതി. എന്താടാ
അല്ല, പോകാൻ പറഞ്ഞ പോയാ മതി. ശ്രുതിക്ക് പോകാതിരിക്കാൻ വേറെ ഒരു നിർവാഹവും ഇല്ലായിരുന്നു. അങ്ങനെ ശ്രുതി പോയി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി കുറെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇതെല്ലാം കഴുകിയിടാൻ പറഞ്ഞു. അല്ലമ്മേ, ഇതെല്ലാം കൊണ്ടേ കഴുകിയിടാൻ പറഞ്ഞു. അങ്ങനെ കഴുകാൻ തുടങ്ങിയപ്പോഴത്തേനും ചോദിച്ചു, അല്ല നീ രേവതിയുടെ സച്ചിനും തുണി എടുത്തെന്ന് ചോദിച്ചു. ഇല്ല, അവരുടെയും കൂടെ വന്ന് കൊണ്ടേ കഴുകിയിടാൻ പറഞ്ഞു. അല്ലമ്മ, അത് വേണോ? എന്തായാലും നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിന്റെ ശ്രുതിയുടെയും ഡ്രസ്സൊക്കെ അവള് കൊണ്ടേ കഴുകിയിടുന്നല്ലേന്ന് ചോദിച്ചു. ഒടുവില് അവരുടെ മുറിയിൽ ചെന്നു ഡ്രസ്സ് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, രേവതി എടുത്തു കൊടുക്കാൻ പറഞ്ഞു. രേവതി പറഞ്ഞു, വേണ്ട, എന്റെ തുണികളൊക്കെ ഞാൻ വാഷ് ചെയ്തോളാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ദേ അമ്മയുടെ വായിരിക്കുന്ന ചീത്ത നീ വെറുതെ കേൾക്കേണ്ട വരും എന്ന് പറഞ്ഞു. ഒടുവിൽ ആ ഡ്രസ്സെല്ലാം കൂടെ കൊടുത്തു. ശ്രുതിയാണെങ്കിൽ സങ്കടപ്പെട്ട് പോയി അലക്കുവാണ്. ശ്രുതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്ര ഒരു അവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശ്രുതിയും കൂടെ എല്ലാത്തിനും കാരണമാണ്. എന്നിട്ട് അവൻ കാല് വരി. കൃത്യസമയത്ത് അവൻ അമ്മയുടെ പുന്നാര മോനായി. താനോ വെറും കറിവേപ്പില മാത്രമായി. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല്. കുറെ സമയം കഴിഞ്ഞപ്പോൾ തൂക്കാനും തുടയ്ക്കാനും എല്ലാം ചന്ദ്രമതി പറഞ്ഞു. അതെല്ലാം ചെയ്യുവാണ്. രേവതി ചെയ്യാൻ തുടങ്ങിയപ്പോൾ രേവതിയെ തടഞ്ഞു. വേണ്ട, അവള് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കഠിനമായ ശിക്ഷ എന്ന് പറഞ്ഞാൽ കഠിനമായ ശിക്ഷയായിരുന്നു. ജോലിയെല്ലാം ചെയ്തു മടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ആഹാരം കഴിച്ചോന്ന് പോലും ആരും ചോദിക്കുന്നില്ല. ഒടുവിൽ ശ്രുതി എന്ത് ചെയ്തു? കുറെ സമയം കഴിഞ്ഞപ്പോൾ ഭാമയെ കാണാൻ തന്നെ തീരുമാനിച്ചു. ഭാമാൻ്റെ ഇന്ന് പോയി കാണണം എന്നൊക്കെ കരുതിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവേണം. അങ്ങനെ ചെന്നിച്ചും ഭാമ ചോദിച്ചു, ഇതെന്താ ശ്രുതി, നീ ഇന്ന് പാർലറിൽ പോയില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി കരയുവേണം. അല്ല, എന്താ ശ്രുതി, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഒന്നും പറയണ്ട ആൻറ്റി, പിന്നീട് കാര്യങ്ങൾ പറയണം, വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാമ ചോദിച്ചു, അല്ല അതിന് നിന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നീ മാത്രമല്ല കുറ്റക്കാരി, ശ്രുതിയും കുറ്റക്കാരനല്ലേന്ന് ചോദിച്ചു. അതെ ആൻറ്റി, പക്ഷേങ്കിൽ ശ്രുതിയുടെ മേലെ കുറ്റമൊന്നും ഇല്ലെന്ന് പറയണേ. അതെന്താണെന്നറിയോ, ഈ ചന്ദ്രയ്ക്കൊരു സ്വഭാവമുണ്ട്. ചന്ദ്ര ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശ്രുതിയായ. അതുകൊണ്ട് ശ്രുതി ആരെങ്കിലും കുറ്റം പറഞ്ഞ് സഹിക്കത്തില്ല. അത് മാത്രമല്ല, ചന്ദ്രമതി ശ്രുതിക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ലെന്ന് ശ്രുതി പറയുകയും ചെയ്തില്ലേ. അതൊക്കെ ചന്ദ്രയ്ക്ക് ദേഷ്യമായിരിക്കുന്നേ. പിന്നെ ഈ കാര്യങ്ങൾ, ആ പണം അടിച്ചു മാറ്റിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചന്ദ്രമതിയോട് പറയുമായിരുന്നെങ്കിൽ ചന്ദ്രമതിക്കകത്ത് പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ അത് പറയാതിരുന്നില്ലേ, അതാണ് ഇന്നത്തെ പ്രശ്നം. എന്നിട്ട് എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചു. ഞാനൊന്നും കഴിച്ചില്ല. എങ്കിൽ കഴിക്കാനും പറഞ്ഞുകൊണ്ട് ചപ്പാത്തിയെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. വേണ്ട ആൻറ്റി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാണ് നിന്നെ ആ വീട്ടിലേക്ക് മരുമകളായിട്ട് പറഞ്ഞു വിട്ടെ. പിന്നെ നീ കഴിക്കാനൊക്കെ പറഞ്ഞു. ശ്രുതിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ശ്രുതി കരയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാമ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, എന്തിനാ സങ്കടപ്പെടുന്നേ? ചന്ദ്രമതിയോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞു. വേണ്ട ആൻറ്റി, ഇനിയിപ്പോൾ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തുക. അതുപോലെ തന്നെ തെറ്റ് ചെയ്ത ആളോ ശ്രുതിക്ക് ഒരു പ്രശ്നമില്ല. എന്നെയാണിപ്പം അവിടെ ഒരു അധികപ്പറ്റായിട്ട് ആൻറ്റി കാണുന്നതെന്ന് പറഞ്ഞു. സാരമില്ല മോളെ, ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ. രേവതിയെ ഇത്രയും കാലം എങ്ങനെയാ കണ്ടുകൊണ്ടിരുന്നേ, ഇപ്പൊ ആ സ്ഥാനത്തേക്ക് നീ വന്നു. രേവതിയോടൊക്കെ ഇപ്പൊ ഭയങ്കര സ്നേഹമാണ് എൻ്റെ അമ്മായിമ്മയ്ക്ക്. അതൊക്കെ മാറും. നിനക്ക് ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ. അതിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് തരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഉപദേശം കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിന്നെ പോലെയുള്ള മരുമോള് വേണമായിരുന്നു എനിക്ക്. എൻ്റെ മകൻ്റെ ഭാര്യ എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ? അന്നൊക്കെ ഞാൻ വിചാരിച്ചു എനിക്ക് നല്ലൊരു മരുമോളായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ ചന്ദ്രമതിക്ക് നിന്നെപ്പോലെ നല്ലൊരു മരുമോളെ കിട്ടിയില്ലേ. എന്നിട്ടോ ചന്ദ്രമതി നിന്നെ മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല. സാരമില്ല, നിന്റെ നന്മകളൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ചന്ദ്രമതിയെ വിളിച്ച് ഞാൻ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കാം. മോള് വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് ആഹാരം. ശ്രുതി കരച്ചിലോട് കരച്ചില്ല. ശ്രുതിക്ക് വിഷമം. ഒരേപോലെ തെറ്റ് ചെയ്തിട്ട് രണ്ടുപേർക്കും ശിക്ഷ കൊടുത്തില്ല. ഒരാൾക്ക് മാത്രം തന്നെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കുന്നു, തന്നെ ചീത്ത പറയുന്നു. എല്ലാം ശ്രുതിക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല താനും. ഒടുവിൽ ഒരു വിധത്തിലാണ് ഭാമ ശ്രുതിയെ സമാധാനിപ്പിച്ചു വിടുന്നത്. എന്നിട്ട് ഭാമ ഇങ്ങനെ ആലോചിച്ചു, ഒരു പക്ഷെ അവൾ ചെയ്ത തെറ്റ് തന്നെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. രവിയേണ്ട അത്രയും പണം അത് വാങ്ങിച്ചിട്ട് ഒരു വാക്കെങ്കിലും പറയായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ ചന്ദ്രമതി ഒരാളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്നൊരു ചിന്ത ഭാമയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രുതി സങ്കടത്തോടു കൂട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇത് എവിടേക്ക് പോയതായിരുന്നില്ലേ, ഇവിടെ കുറെ ജോലികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. എന്തായാലും രേവതിക്ക് 2 ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. രേവതിയുടെ ജോലിഭാരം കുറച്ച് കുറഞ്ഞു കിട്ടി. ശ്രുതിക്കിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര ദിവസത്തിന് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഭാമയൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ പഴയപടി തന്നെ ആക്കുമായിരിക്കും. കോടീശ്വരി പുത്രിയാണ്, അവളെ പിണക്കിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാണെങ്കിലും 2 ദിവസത്തേന് രേവതിക്ക് ഒരു ആശ്വാസമായി. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു.